വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഏരിയാസ് കവർ ചെയ്യണം, അതുപോലെ തന്നെ GST രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ മിക്ക പേപ്പറിലും നമ്മൾ ആദ്യം കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഡീംഡ് ഇൻകം എന്താണ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്താണ് കൺസെപ്റ്റ് നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പേപ്പറിലും ഉണ്ടായിരിക്കും. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ്. അതിൽ നെക്സ്റ്റ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും കൺസെപ്റ്റ് ഉണ്ട്, അത് ചോദിക്കാറുണ്ട്. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇതിൻ്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അതിൽ ക്യാപിറ്റൽ ലോസിൽ സെറ്റ് ഓഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, എസ്പെഷ്യലി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. ഇതിൽ ക്യാപിറ്റൽ ലോസിൽ വരുമ്പോൾ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യണത് ക്യാപിറ്റൽ ലോസ്, എസ്പെഷ്യലി രണ്ടും നോക്കണം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, രണ്ടും നോക്കാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആവാം, ടൈപ്സ് ഞാൻ ഈ പറഞ്ഞാവാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റ് ഓഫ് എങ്ങനെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസിൽ, ഇതാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം. മറ്റൊരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് CBDT എന്താണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബിനാമി ട്രാൻസാക്ഷൻസ് എന്താണ് നോക്കിയിരിക്കണം. നെക്സ്റ്റ് സജഷൻ 15 ചോദ്യങ്ങളിൽ നമുക്ക് പരമാവധി എല്ലാതും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ടാക്സ് ഹോളിഡേ എന്താണ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതിൻ്റെ പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് നോക്കിയിരിക്കണം. പിന്നെ എല്ലാ പേപ്പറിലും അസസ്മെൻറ്റ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അസസ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം. ഞാനൊരു എക്സാമ്പിൾ തരുന്നു, പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് ആയിരിക്കാം. പിന്നെ നെക്സ്റ്റ് ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, അതുപോലെ തന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺ നോക്കിയിരിക്കണം. നെക്സ്റ്റ് അതിൽ തന്നെ പറയാനുള്ള മറ്റൊരു ചോദ്യം പാൻ എന്താണ്, പർപ്പസ് ഓഫ് പാൻ അത് നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആണ് കേട്ടോ അത്. പിന്നെ ഡിഡക്ഷൻ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം, അണ്ടർ സെക്ഷൻ
റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ 80G വരാം, GG ഉണ്ട്, C ഉണ്ട്, DU. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയത് മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ടാക്സബിൾ ഇൻകം ട്രീറ്റ്മെൻറ്റിൽ മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ടാക്സബിൾ ഇൻകം ഓഫ് മൈനർ ചൈൽഡ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്പൗസിൻ്റെയും അതിൽ ഏതെങ്കിലും ഒരെണ്ണമാവാൻ വരാം. എന്തായാലും മൈനർ ചൈൽഡ് പലപ്പോഴും റിപ്പീറ്റായിട്ട് കാണാറുണ്ട് കേട്ടോ, നിർബന്ധമായി നോക്കാം. ദെൻ AMT എന്താണ്? AMT ഓൺ പേഴ്സൺസ് നോക്കിയിരിക്കണം. പിന്നെ മാർജിനൽ റിലീഫ് എന്താണ്? ടാക്സ് ഇതിൽ മാർജിനൽ റിലീഫ് എന്താണ്? റിലീഫ് എന്താണെന്ന് മാത്രം ചോദിക്കും. റിബേറ്റ് എന്താണ്? റിലീഫ്, റിബേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വരാറുണ്ട്. ദെൻ റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഫണ്ട് ഓഫ് ടാക്സ് എന്താണ്? പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻറ്റ് വേസ് ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്, അതും പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. ഇനി അപ്പോൾ ഞാൻ കൂടുതൽ ഇൻകം ടാക്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് GST എന്താണ്? GSTN എന്താണ്? GSTIN എന്താണ്? ഇതൊക്കെ കാണാറുള്ളതാണ്. പിന്നെ GSTR ഉണ്ട്, GSTR1, അതുപോലെ തന്നെ GSTR2, അങ്ങനെ ഏതെങ്കിലും GSTR ഒരെണ്ണം വരാറുണ്ട്, നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് GST രജിസ്ട്രേഷൻ എന്താണ്? GST രജിസ്ട്രേഷൻ എന്താണ്? അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ക്യാൻസലേഷൻ, GST രജിസ്ട്രേഷൻ്റെ കണ്ടീഷൻസ് ഓഫ് ക്യാൻസലേഷൻ നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ GST കൗൺസിൽ നോക്കിക്കോ, റിപ്പീറ്റ് അല്ല, കണ്ടിട്ടൊന്നുമില്ല, എന്നാലും നോക്കി വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്? HSN കോഡ് എന്താണ്? നോക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് different types, different taxes in GST system, different taxes in GST system ചോദിക്കാം. CGST, IGST, ഇപ്പോൾ അങ്ങനെ മാത്രം അങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാം. CGST, IGST, SGST, UT, GST ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് സപ്ലൈ എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്? മിക്സഡ് സപ്ലൈ എന്താണ്? കൺസെപ്റ്റ് നോക്കുക. സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നോക്കിക്കോളൂ. ദെൻ നെക്സ്റ്റ് TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്താണ്? അണ്ടർ GST
GST. അതുപോലെ തന്നെ TDSൻ്റെ കൂടെ TCS നോക്കാം. ഓക്കെ. E-ledgers ഉണ്ട്. 3 types of E-ledgers. 3 types of E-ledgers. അത് നോക്കിയിരിക്കണം. GST നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇ-വേ ബിൽ എന്താണ്? ഇ-വേ ബിൽ എന്താണ്? അതുപോലെ തന്നെ നെക്സ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ് നോക്കിയിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ. പിന്നെ ഞാൻ GST ടാക്സ് ഇൻവോയ്സ് എന്താണ് അതിൻ്റെ കണ്ടൻസ്? GST ടാക്സ് ഇൻവോയ്സ് എന്താണ് അതിൻ്റെ കണ്ടൻസ് നോക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക് ഉണ്ടായിരുന്നു പറയാൻ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? അതുപോലെ തന്നെ ടാക്സ് കാസ്കാഡിങ് ഇഫക്റ്റ് റിപ്പീറ്റ് ആണ്. ടാക്സ് കാസ്കാഡിങ് എന്താണ്? നിർബന്ധമായും പഠിക്കേണ്ട 2 ചോദ്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ നിർബന്ധമായും കവർ ചെയ്യുക. എന്തായാലും ഇതിൽ നിന്ന് 15 ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യം ഡീംഡ് ഇൻകം എന്താണ്, അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്, ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്, ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിന് എങ്ങനെയാണ്, ലോങ് ടൈമിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിന് എങ്ങനെയാണ്, CBDT എന്താണ്, ബിനാമി ട്രാൻസാക്ഷൻ എന്താണ്, ടാക്സ് ഹോളിഡേ, പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. അതിൽ എസ്പെഷ്യലി പ്രൊട്ടക്റ്റീവ് എടുത്ത് ചോദിക്കാറുണ്ട്. ഈ ഫയലിംഗ് ഓഫ് റിട്ടേൺ. ദെൻ പാൻ എന്താണ്, അതിൻ്റെ പർപ്പസ്, ഡിഡക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ടാക്സബിൾ ഇൻകം ഓഫ് മൈനർ ചൈൽഡ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, AMT എന്താണ്, പിന്നെ മാർജിനൽ റിലീഫ് എന്താണ്, റിബേറ്റ് എന്താണ്, റിക്കവറി ഓഫ് ടാക്സ്, റീഫണ്ട് ഓഫ് ടാക്സ്, അതുപോലെ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്, പിന്നെ GST, GSTN, GSTIN, പിന്നെ GSTR ഏതെങ്കിലും ഒരെണ്ണം, GST രജിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ്, ദെൻ കണ്ടീഷൻസ് ഓഫ് ക്യാൻസലേഷൻ, GST കൗൺസിൽ എന്താണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്, HSN കോഡ് എന്താണ്, ഡിഫറെൻറ്റ് ടാക്സസ് ഇൻ GST സിസ്റ്റം, പിന്നെ സപ്ലൈ എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും കാണാറുള്ളതാണ്. ദെൻ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അണ്ടർ GST, TCS എന്താണ്, 3 ടൈപ്സ് ഓഫ് E-ledgers, ഇ-വേ ബിൽ എന്താണ്, സ്പെഷ്യൽ ഓഡിറ്റ്, GST ടാക്സ് ഇൻവോയ്സ് എന്താണ് അതിൻ്റെ കണ്ടൻസ്, പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, കാസ്കാഡിങ് ഇഫക്റ്റ്, ലാസ്റ്റ് ഇതാണെങ്കിൽ സെപ്പറേറ്റ് കാസ്കാഡിങ് ഇഫക്റ്റ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 മാർക്സ് ചോദ്യങ്ങൾ. നെക്സ്റ്റ് പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.